കൂട്ടുകാരെ, എല്ലാവർക്കും മാളൂസ് ലവ്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് എന്തിനാണ് വന്നതെന്ന് നിങ്ങൾക്ക് അറിയാമോ? അപ്പം നമ്മളിന്ന് ഒരു കലത്തപ്പം ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പം അതിന് എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് നമുക്ക് നോക്കിയാലോ. എൻ്റെ അമ്മ ഇന്നലെ കുറച്ച് പച്ചരി വെള്ളത്തിലിട്ട് വെച്ചായിരുന്നു. അപ്പം ഇന്ന് അത് അരച്ചു കേട്ടോ. അതിലേക്ക് കുറച്ച് ഉപ്പും അപ്പസോഡയും ഇട്ട് വെച്ചിരുന്നു. അത് ഇട്ട് വെച്ചിട്ട് ഇപ്പോൾ 2 മണിക്കൂർ ആയിട്ടോ. ഇനി അതിലേക്ക് ഒഴിക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് ശർക്കര പാനി ആവശ്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ശർക്കര എടുത്ത് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിരുന്നു. ഇനി നമുക്ക് അതിലേക്ക് അതൊന്ന് കുറുക്കിയെടുക്കണം. പിന്നെ നമ്മുടെ കയ്യിൽ 2 ഉണക്ക തേങ്ങയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിലിട്ടാൽ നല്ല സ്വാദ് ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഇത് തന്നെ എടുത്തത്. പിന്നെ നമുക്ക് കുറച്ച് ബദാം കിട്ടിയിട്ടുണ്ട്. അത് റോസ്റ്റഡ് ബദാമാണ്. അപ്പോൾ നമുക്ക് തേങ്ങ മാത്രം വറുത്തെടുത്താൽ മതി. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മുടെ ഈ കുക്കറിലാണ് കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ, നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ആ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ ആ ശർക്കര പാനി ഒന്ന് കുറുകിയൊക്കെ ഒന്ന് ശരിയായി വരട്ടെ കേട്ടോ. അപ്പോഴേക്കും നമുക്ക് ഈ ബദാം ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഞാൻ കുറച്ചായി ഇടുന്നുള്ളൂ കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ, നമുക്ക് ഈ ക്രഷ് ചെയ്തെടുത്തൊന്ന് ഈ പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ ഈ തേങ്ങ ഒന്ന് നമുക്ക് കുഞ്ഞു പീസാക്കി ഒന്ന് മുറിച്ചു കൊടുക്കാം കേട്ടോ. കൂട്ടുകാരെ, നമ്മുടെ ബദാമും അതേപോലെ തേങ്ങയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ തേങ്ങ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ ഓയിലൊക്കെ ഇവിടെ ചൂടായിട്ടുണ്ട്. ഇനി നമ്മുടെ തേങ്ങ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മുടെ ഈ മാവിലേക്ക് നമുക്ക് ആ ശർക്കരപ്പാനി ഒന്ന് അരിച്ചൊഴിച്ചു കൊടുക്കാം കേട്ടോ. അതിലൊക്കെ കല്ലൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊന്ന് അരിച്ചൊഴിച്ചു കൊടുക്കാം. പിന്നെ എനിക്ക് പറ്റാത്തത് കൊണ്ട് എൻ്റെ അമ്മേനെ കൂടെ ഞാൻ ഹെൽപ്പിന് വിളിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഇളക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ നേരത്തെ വറുത്ത് വെച്ച നമ്മുടെ തേങ്ങയും അതേപോലെ ക്രഷ് ചെയ്ത് വെച്ച നമ്മുടെ ബദാമും കൂടി നമ്മുടെ ഈ മാവിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം നമുക്ക് ഈ കുക്കറിൽ കുറച്ച് എണ്ണ വിടാം. എന്നിട്ട് നമുക്ക് അടുപ്പത്ത് വെക്കാം കേട്ടോ. നാല് പുറം നല്ലോണം ആവണം കേട്ടോ. ഇനി നമുക്കിത് അടുപ്പിലേക്ക് വെക്കാം. അപ്പം നമ്മുടെ ഈ കുക്കർ ഒന്ന് ചൂടാവുമ്പോൾ നമുക്കിത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. നമ്മൾ 1-2 തവണ ആയിട്ട് ഉണ്ടാക്കാനാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് ഒഴിച്ചു തരാനായിട്ട് എൻ്റെ അമ്മ കൂടെ ഹെൽപ്പിനും ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ കുക്കർ ഒന്ന് അടച്ചു കൊടുക്കാം. നമ്മൾ വിസിലൊന്നും ഇടുന്നില്ല കേട്ടോ. അപ്പം നമ്മുടെ കലത്തപ്പം ആവാൻ വേണ്ടി നമ്മൾ അടുപ്പത്തൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒരു 10 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും ആവുമെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ ആദ്യമായിട്ട് ഉണ്ടാക്കാവുകൊണ്ട് എങ്ങനെ ഉണ്ടാവാന്നൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ നമുക്കൊരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാം.
മിനിറ്റ് ഒന്നും ആയിട്ടില്ല. എന്നാലും സമയം കൂടിപ്പോയാൽ ചിലപ്പോൾ കരി എന്തെങ്കിലും ചെയ്താലോ. നമുക്കതൊന്ന് തുറന്നു നോക്കാം കേട്ടോ. ആയെന്ന് തോന്നുന്നു. അപ്പൊ ഇത് വെന്തോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഈ പപ്പടക്കോല് വെച്ചൊന്ന് കുത്തി നോക്കാം. വെന്തോന്നാ തോന്നണേ. നമുക്ക് നോക്കാം അല്ലേ? അപ്പൊ നമ്മുടെ കലത്തപ്പം നമ്മുടെ കുക്കറിൽ നിന്ന് നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനല്ല, എൻ്റെ അമ്മയാണ് കേട്ടോ എടുത്തു തന്നത്. അപ്പൊ നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പൊ നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ കുറച്ചും കൂടെ വെച്ചിരുന്നെങ്കിൽ ഇത് കരിഞ്ഞേനെ. നമുക്ക് എന്തായാലും ഇത് നമ്മുടെ അനിയൻകുട്ടനോടൊന്ന് ചോദിക്കാം കേട്ടോ. എൻ്റെ അനിയനോടെ. അവനിപ്പോൾ വരും. ഉണ്ണിക്കുട്ടാ! അപ്പൊ നമ്മുടെ അനിയൻകുട്ടനെ കേക്കൊന്ന് കൊടുക്കാം കേട്ടോ. നമുക്ക് കേക്കല്ല കേട്ടോ, കലത്തപ്പാണ്. അറിയാതെ പറഞ്ഞതാണേ. അപ്പൊ നമുക്ക് എന്തായാലും അതൊന്ന് കൊടുക്കാം. സൂപ്പർ ചേച്ചി. അടിപൊളിയാ, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ കൂട്ടുകാരെല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണേ. പിന്നെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ.